ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറയും. ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറയും. ഒന്നുമെന്നേശുവിനൻ പിൻകാരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. പ്രിയ ദേശനിവാസികളെ, നോക്കുവിൻ, ബൈബിളിൽ ഒരു വചനമുണ്ട്. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും അരിഷ്ടന്മാരത്രേ. ഒരിക്കൽ കൂടെ പറയാം, നാം ഈ ആയുസ്സിൽ മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നാം എല്ലാ മനുഷ്യരെക്കാളും അരിഷ്ടന്മാരത്രേ. നോക്ക് പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച ഒരു ന്യായപ്രമാണത്തിന് കീഴിലിരുന്ന് കർത്താവിന്റെ ദാസനെ കൊല്ലുവാനായിട്ട് ആ ധാരണാപത്രം മേടിച്ചുകൊണ്ട് ദമസ്കോസിലേക്ക് കടന്നുപോയ ആ പൗലോസ് തന്റെ യാത്രാമധ്യേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ദർശിപ്പാനിടയായി. തനിക്ക് ആഴമായിരിക്കുന്ന ഒരു മാനസാന്തരം ഉണ്ടാകുവാനിടയായി. ആ മാനസാന്തരത്തിന്റെ അനന്തര ഫലമായിട്ട് താൻ ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുകയും താൻ ആയിരുന്ന പിതൃപാരമ്പര്യമായിരിക്കുന്ന യഹൂദ മതത്തെ തള്ളിക്കളയുകയും പിന്നെയോ താൻ ഇന്നലെ അവരെ ഉപദ്രവിച്ച യേശുക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ സമർപ്പിച്ചവരുമായിരിക്കുന്ന ഈ പൗലോസ് ശ്ലീഹ തന്റെ ആ വഴിയാത്രയിൽ കൊരിന്ത്യർക്ക് സഭയ്ക്ക് ദൂതെഴുതി പറയാണ്, നാം ഈ യാത്ര ഈ ഭൂമിയിൽ മാത്രം, ഈ ആയുസ്സിൽ മാത്രം നമ്മൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരത്രേ. പ്രിയപ്പെട്ട, എന്താണ് ഇതിന്റെ അർത്ഥം? നോക്കുവിന്, എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തീയ മതവിശ്വാസികളാണ്. എനിക്കറിയാം, എല്ലാവരും ക്രിസ്ത്യാനികളാണ് എന്റെ ചുറ്റുമുള്ളതും. അല്ല, പുറത്തുനിന്ന് ജോലിക്കാരായിട്ട് വന്ന ഇതര മതവിശ്വാസികളുണ്ടെങ്കിൽ അവരും കൂടെ കേട്ടുകൊള്ളട്ടെ. യഥാർത്ഥമായിട്ടും പ്രിയപ്പെട്ട, ചെറിയ പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ മൂന്നാമത്തെ വട്ടമാണ്. ഏതാനും വർഷങ്ങൾക്കിടയിലായിട്ട് 3-4 വർഷങ്ങൾക്കിടയിലായിട്ട് മൂന്നാമത്തെ തവണയാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കുവിന്, എന്താണ് നമുക്ക് യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ? നമുക്കറിയാം, നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പഴയ വീടായിരുന്നു, ഞാൻ പണ്ട് ദരിദ്രനായിരുന്നു, ഇതാ ദൈവം എനിക്ക് കൃപ തന്ന് എനിക്കിതെല്ലാം തന്നു, കൃപയാൽ ഞങ്ങൾ ഈ ഇതെല്ലാം നേടി എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രിയപ്പെട്ട, നമ്മൾ തെറ്റായിരിക്കുന്ന ഒരു വിശ്വാസത്തിലാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ പാപം ക്ഷമിച്ച്, ലംഘനങ്ങളെ ക്ഷമിച്ച് നമ്മളെ ദൈവത്തിന്റെ നീതിമാനും വിശുദ്ധന്മാരുമാക്കി തീർത്ത് വിശുദ്ധന്മാർക്കുള്ള ഓഹരി സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കി തരുവാൻ വേണ്ടി മാത്രമാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഭൗതികമായിരിക്കുന്ന നന്മകൾക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമേ ഇല്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ എന്താണ്? യേശു ക്രിസ്തു ഇല്ലാത്തവരും ദൈവമേ ഇല്ലെന്ന് പറയുന്നവരും അന്യജാതി മതസ്ഥരും എല്ലാവരും ഈ ഭൂമിയിൽ സമ്പത്തുണ്ടാക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം ക്രമമായിട്ട് ജീവിക്കുകയും ഉത്സാഹവുമുള്ള ഒരു മനുഷ്യന്, നല്ല അംബീഷനുള്ള ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ഭൂമിയിൽ ബഹുസമ്പന്നനായിട്ട് തീരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഭൂമിയിലുണ്ടല്ലോ. എന്നാൽ യഥാർത്ഥമായിട്ടും യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് ഈ സമ്പത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. കാരണം എന്താണ്? നമുക്കറിയാം, ന്യായപ്രമാണ പ്രകാരം ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ, ആ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് അനുസരിക്കുന്നുവെങ്കിൽ ആ പഴയ നിയമ ഭക്തന്മാര് അനുഭവിച്ച സമ്പത്തൊക്കെയും നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദ്യമേ ന്യായപ്രമാണം വന്നു. ന്യായപ്രമാണത്താൽ നമുക്ക് എന്താണ്? പല നിയമങ്ങളും എഴുതി തന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമതാണ് ക്രിസ്തു വന്നത്. ന്യായപ്രമാണത്താൽ നമുക്ക് നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയിപ്പോയി. അപ്പോൾ ന്യായപ്രമാണം ദൈവം തന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ഇന്ന് നിങ്ങൾ പള്ളികളിലായിക്കോട്ടെ, ചില പെന്തക്കോസ്ത് ഉപദേശിമാർ പോലും ന്യായപ്രമാണത്തെ പഠിപ്പിക്കുമ്പോൾ അത് തെറ്റായിരിക്കുന്ന ഒരു ഉപദേശമാണെന്ന് ബൈബിൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നമുക്ക് മനസ്സിലാകും. അപ്പോൾ നോക്കുവിന്, ദൈവം ന്യായപ്രമാണം മോശ മുഖാന്തരം നൽകി തന്നത് നമ്മളെ രക്ഷിക്കുവാനല്ല, ശിക്ഷിക്കുവാനാണ്. എന്താണെന്നറിയാമോ? നീ അധികം ഞെളിയണ്ട, നീ പാപിയാണ്, നിന്റെ ശിക്ഷ മരണമാണ്. എല്ലാ മനുഷ്യരും നോക്കി പറയുന്നു, വിശേഷ ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കും നിങ്ങളോട് പറയുന്നു, നീ അധികം ഞെളിയണ്ട, നീ പാപം ചെയ്തിട്ടുള്ളവനാണ്, പാപമുള്ളവനാണ്, അതുകൊണ്ട് ന്യായപ്രമാണ പ്രകാരം നീ എന്താണ്? മരണശിക്ഷയ്ക്ക്, നരകശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് ഒരൊറ്റ തെളിവ് മാത്രമാണ് ന്യായപ്രമാണം കൊണ്ട് നമുക്ക് തരുന്നത്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മളെ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ ന്യായപ്രമാണത്തിനുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട, ദൈവത്തിന്റെ അത്യധികമായിരിക്കുന്ന കരുണ എന്താണെന്നറിയാമോ? ആ ന്യായപ്രമാണത്താൽ നമുക്ക് പാപമോചനം ലഭിക്കത്തില്ല എന്നും ന്യായപ്രമാണത്താൽ നമ്മുടെ പാപത്തെ പറ്റിയുള്ള ബോധം വരുത്തി
എത്തുമ്പോൾ ഏതൊരു മനുഷ്യനും ഇവിടെ എന്താണ് ഒരു കണ്ണുനീര് ആവശ്യമാണ്, ഏതൊരു മനുഷ്യനും ഒരു നിലവിളി ആവശ്യമാണ്. എന്നെ ഈ നരകത്തിൽ നിന്ന്, എന്നെ മരണത്തിൽ നിന്ന് ആർ വിടുവിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്നോ നാളെയായിട്ട് മരിച്ചു പോകുന്നവരില്ലയോ? അപ്പൊ യഥാർത്ഥത്തിൽ മരിച്ചതിന് ശേഷമുള്ള യഥാർത്ഥമായിരിക്കുന്ന ജീവിതം എന്താണെന്ന് കണ്ടെത്തുവാനും ആ ദൈവം വസിക്കുന്ന പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഇന്നവരെ പ്രവേശിപ്പാൻ നമ്മുടെ പാപനിമിത്തം കഴിയുന്നില്ല എങ്കിൽ ബുദ്ധിമാനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ അന്വേഷിക്കും, എനിക്കൊരു പാപമോചനം വേണം. അപ്പോൾ ഒരു പാപമോചനമാണ് ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ആവട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്നേവരെ പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ, അയ്യോ ഉപദേശി ആർക്കാ ലഭിക്കുന്നത്? ഞങ്ങളുടെ അച്ഛന്മാർക്ക് കിട്ടിയിട്ടില്ല, തിരുമേനിമാർക്ക് കിട്ടിയില്ല, ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പൂർവ്വപിതാക്കന്മാരുടെ കാലം തൊട്ട് ഈ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും ഒക്കെ കൂടിയിട്ടെങ്കിലും അന്നും ഇന്നും പാപിയാണ്. അപ്പോൾ ഈ പാപമോചനം ആർക്കാണ് ലഭിക്കുന്നത്? ഉപദേശിക്ക് കിട്ടിയോ? കിട്ടി പ്രിയപ്പെട്ടവരെ. ഈ സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഉപദേശിയായിട്ട് നിൽക്കുന്ന എനിക്ക് പാപമോചനം ലഭിച്ചു. അല്ല പിന്നെ ഞാൻ സുവിശേഷം പറയുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? അയ്യോ, അതെങ്ങനെയാണ് ഈ പാപമോചനം ലഭിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മതത്തെ തള്ളിക്കളയണം, നമ്മുടെ പാരമ്പര്യങ്ങളെ തള്ളിക്കളയണം. എന്നിട്ട് നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവുമായിട്ടും അംഗീകരിക്കണം, മാനസാന്തരത്തിലേക്ക് വരണം. അപ്പോൾ പാപമോചനത്തിലുള്ള ആദ്യത്തെ വഴി എന്താണെന്നറിയാമോ? പാപമോചനത്തിനുള്ള ആദ്യത്തെ വഴി മാനസാന്തരമാണ്. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ ചിലർ നല്ല മനുഷ്യരാണ്, എനിക്കറിയാം, കള്ളു കുടിക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, എന്താണ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അല്പം പണത്തിനോ യാചനയ്ക്കോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നവരാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതല്ല മാനസാന്തരം എന്ന് പറഞ്ഞാൽ കള്ളുകുടിയന്മാര് കള്ളുകുടി നിർത്തുന്നതല്ല, എല്ലാവർക്കും മാനസാന്തരം വേണം. അപ്പോൾ നോക്കി, പിന്നെ ഒരു കള്ളുകുടിയേക്കാൾ കൂടി, ഒരു വ്യഭിചാരിയേക്കാൾ ഉപരി, ഒരു കൊലപാതകയേക്കാൾ ഉപരി നിങ്ങൾ പാപം ചെയ്തവരാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തം എങ്ങനെ പ്രായോഗികമാക്കി ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കള്ളുകുടിയനെയും കൊലപാതകളെയും വ്യഭിചാരേക്കാളും കൂടി വലിയ പാപം ചെയ്തവർ നിങ്ങളുണ്ട്. കാരണം ദൈവം മോശയെ, ഇസ്രായേൽ ജനത്തിനെ ഈജിപ്തിൽ നിന്ന് വേർതിരിച്ചു കൊണ്ടുവരുമ്പോഴേ അവർക്ക് ആദ്യമേ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ സീനായി പർവ്വതത്തിൽ വെച്ച് ആദ്യത്തെ പ്രമാണം എന്താണ്? മുകളിൽ സ്വർഗത്തിലെങ്കിലോ താഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലെങ്കിലോ യാതൊന്നിനെ പ്രതിമ സൃഷ്ടിക്കുകയോ അതിനെ നമസ്കരിക്കുക, ഒന്നിനെ നിങ്ങൾ എന്താണ് നമസ്കരിക്കല്. കാരണം എന്താണ്? ഞാൻ അല്ലാതൊരു ദൈവമില്ല, ഞാൻ തന്നെ സത്യദൈവം. അതായത് മനുഷ്യന്റെ സകല ആരാധനകളും സകല മഹത്വങ്ങളും കേന്ദ്രീകരിക്കപ്പെടേണ്ടത് ദൈവത്തിൽ മാത്രമാണ്. ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ക്രിസ്തുവിൽ മാത്രമാണ്. ക്രിസ്തുവിനെ അല്ലാതെ മറ്റേതൊരു നാമത്തെ നിങ്ങൾ ആരാധിച്ചാലും നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഒന്നാം പ്രമാണത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നോക്കുവിന്, നിങ്ങൾ എല്ലാവരും ദൈവത്തിന് മുമ്പിൽ കുറ്റം ചെയ്തല്ലയോ? യേശു ക്രിസ്തുവിനെ അല്ലാതെ ഏതെങ്കിലും ഒരു നാമത്തെ നിങ്ങൾ വണങ്ങുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ സകല മനുഷ്യരെക്കാളും വലിയ കുറ്റവാളിയാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്, മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്. അപ്പോൾ ഇതാ മർത്തോമാ സഭാ വിശ്വാസി പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ഒരു നാമത്തെ വണങ്ങുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാര് യാക്കോബായ സഭയുടെ ബൈബിളിക്കലി തെറ്റായിരിക്കുന്ന മരിച്ചു പോയവർക്കുള്ള പ്രാർത്ഥന, സ്ത്രീഹന്മാരോടുള്ള പ്രാർത്ഥന, ഇതെല്ലാം ഞങ്ങൾ വേണ്ട എന്ന് വെച്ച് ഞങ്ങൾ എന്താണ് പുതിയൊരു അനുഭവത്തിലേക്ക് വന്നതാണല്ലോ. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ എന്താണ് മറ്റു വിധമായിരിക്കുന്ന വണക്കങ്ങൾ ഇല്ലോ എന്ന് മർത്തോമാക്കാര് പറഞ്ഞാൽ, ഞാൻ പ്രിയപ്പെട്ടവരെ, ആ ഭയങ്കരമായിരിക്കുന്ന പാപം എന്താന്ന് ഞാൻ പറയാം. നോക്കുവിന്, യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് പിതാവായിട്ട് ഒരുവനേ ഉള്ളൂ, സ്വർഗസ്ഥൻ തന്നെ. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവ് എന്ന് വിളിക്കല്ലേ. അപ്പോൾ നോക്കുവിന്, ദൈവത്തിന് മാത്രമുള്ള പദവിയാണ് ആത്മീയമായിരിക്കുന്ന പിതാവ് എന്നുള്ള പദവി. ദൈവത്തിന് മാത്രമുള്ള പദവിയാണ് തിരുമേനി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മാത്രമുള്ള പദവിയാണ് തിരുമേനി എന്നുള്ള പദവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകാത്ത ദൈവത്തിനുള്ള ഒരു പദവിയാണ് തിരുമേനി എന്നുള്ളതും എന്നാണ് പിതാവ് എന്നുള്ളതും. എന്നാൽ നമ്മൾ എന്താണ്, മരിച്ചു പോകുന്ന മനുഷ്യനെ പുരോഹിതനെ നോക്കി തിരുമേനി എന്നും പിതാവ് എന്നും വിളിച്ച അതിന്റെ അർത്ഥം എന്താണ്? ദൈവം എന്ന. അപ്പോൾ നോക്കുവിന്, കൊലപാതകയെക്കാളും വലിയ പാപം നിങ്ങൾ ചെയ്തു കഴിഞ്ഞവരാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന് ഒരു മോചനം വേണ്ടിയോ? തീർച്ചയായിട്ടും വേണം. മരണമുള്ള എല്ലാവർക്കും ഒരു പാപമോചനം വേണം പ്രിയപ്പെട്ടവരെ. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ തലമുറകളായിട്ട് പാപികളായിട്ട് നിങ്ങൾ തുടരുമ്പോഴേ, ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്ക് പാപികൾക്ക് അവിടെ നിന്നാണ് പ്രവേശനമില്ല എന്നും അത് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ള പങ്കും ഓഹരിയുമാണ് തിരിച്ചറിയുന്നുവെങ്കിൽ, നൂറ്റാണ്ടുകളായിട്ട് പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ അനുവർത്തിച്ചു വരുന്ന ഈ പാപികളും ദോഷികളും എന്നുള്ള പദവിക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ഒന്നാമത് ആ ക്രൂസിലേക്ക് നോക്കണം. കണ്ടോ,
ആ ക്രൂശിൽ കർത്താവ് പിടഞ്ഞു മരിക്കുകയാണ്. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെടുകയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ അടിയേറ്റിരിക്കുകയാണ്. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ദണ്ഡനമേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സകല പാപത്തിന്റെ കടം യേശുക്രിസ്തു ക്രൂശിൽ വീട്ടിയതാണ്. നോക്കവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സകല പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു ന്യായപ്രമാണ പ്രകാരം ഏറ്റെടുത്തതാണ്. എന്താണ് ന്യായപ്രമാണ പ്രകാരം? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നോക്കൂ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റിട്ടും ഇപ്പോഴും നമ്മൾ പാപികളാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഭയങ്കരമായിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അതിന്റെ കാര്യം ഇപ്പോഴും ഞങ്ങൾ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ലെന്നുള്ളതാണ്. അവന്റെ ക്രൂശിനെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്നുള്ളതാണ്. അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കടം വീട്ടിട്ടും നിങ്ങൾ ഇപ്പോൾ പാപത്തിന്റെ കടം വീട്ടുവാൻ പാപപരിഹാര ബലികളും യാഗങ്ങളും കർമാചാരങ്ങളും വഴിപാടുകളും ചെയ്തതിന്റെ കാര്യം എന്താണ്? യേശുക്രിസ്തുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യം എന്താണ്? കർത്താവ് ദൈവ കോടതിയുടെ മുമ്പിൽ, പ്രിയപ്പെട്ട പിശാചിന്റെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിലല്ല, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് മരിച്ച അന്ന് തന്നെ നിന്റെ പാപത്തിന് എന്താണ് അവിടെ ആ പാപത്തിന്റെ കടച്ചീട്ട് കീറിക്കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അംഗീകരിക്കാം, കർത്താവേ 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ പാപത്തിന്റെ കടം വീട്ടിയതാണ്, ഞാൻ ഇന്നത് അംഗീകരിക്കുന്നു. ഇനിയും എനിക്കെന്താണ്? പാപിയാണെന്ന് പറയുവാൻ ലജ്ജയുണ്ട്. ആകയാൽ പ്രിയപ്പെട്ട കർത്താവേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും. നോക്കുവിനെ, ആ ക്രൂശിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ യാഗം നിർത്തലാക്കിയതാണ്. നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തു യഹൂദനാണ്, ലേവ്യനല്ലതാനും. ഇന്ന് നിങ്ങൾ ലേവ്യ പൗരോഹിത്യത്തിനെ അനുധാവനം ചെയ്തുവെങ്കിൽ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി നിങ്ങൾക്ക് അറിവില്ലാതെയാണെങ്കിൽ ദൈവം ക്ഷമിക്കും. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അതെങ്ങനെ ക്ഷമിക്കും? പ്രിയപ്പെട്ടവരെ, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ഇപ്പോഴെന്താണ് ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നോക്കുവിന് നമുക്ക് ആ ക്രൂശിലേക്ക് തന്നെ നമ്മുടെ കണ്ണുകളെ തിരിക്കാം. എന്റെ പാപം നിമിത്തമാണല്ലോ അവൻ മരിക്കേണ്ടി വന്നത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ അടിയേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ദണ്ഡനമേറ്റും മരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ, പാപം എവിടുന്ന് വന്നു? ആദമിൽ നിന്ന് വന്നു. അതെ, ആദമിന്റെ രക്തത്തിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്ന ഈ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ വീട്ടിക്കഴിഞ്ഞതാണ്. നമുക്കൊന്ന് അംഗീകരിക്കാൻ എന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? സൗജന്യമായിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എന്താണ് അത് വേണ്ട എന്ന് പറയും. കാരണം നമ്മൾ എന്തോ വലിയ മനുഷ്യരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ കടം വീട്ടുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. നിങ്ങൾക്കറിയാമോ? കാരണം നിന്റെ യഥാർത്ഥമായിരിക്കുന്ന വില സർവ്വലോകത്തെക്കാളും വിലയേറിയതായതുകൊണ്ട് നിന്റെ 10,000 കോടി കൊടുത്താലും നിന്റെ പാപത്തിന്റെ കടം വീട്ടുവാൻ കഴിയത്തില്ല. അത് സൗജന്യമായിട്ട് ഒരുത്തൻ വീട്ടിയാൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് പകരക്കാരനായിട്ട് യാഗം കഴിച്ചത് വഴി നമ്മുടെ പാപത്തിന്റെ കടച്ചീട്ട് വീട്ടി. കാരണം എന്താണ്? നിനക്കിട്ട വില, ദൈവം ഇട്ട വില തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ വിലയ. യേശു ക്രിസ്തുവിന് തുല്യമായിരിക്കുന്ന വില എത്രയും നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു അല്ലാതെ നമ്മുടെ വീട്ടെടുപ്പ് സാധ്യമാക്കുവാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ദൈവകോടതിയുടെ മുമ്പിൽ മരിച്ച നാളിൽ നിന്റെ പാപത്തിന്റെ കടം എഴുതി തള്ളപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോഴും നിങ്ങൾ പാപികളായിട്ടാണ് പാരമ്പര്യമായിട്ട് അനുവർത്തിക്കുന്നുവെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ നിങ്ങൾ ഇന്നും നഗളത്തോടുകൂടി എന്താണ് അംഗീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട, നമ്മൾ എന്തെങ്കിലും കൂടെ ചെയ്താലേ കിട്ടത്തുള്ളൂ എന്നുള്ള ബോധം മാറ്റിക്കളഞ്ഞത് അത് നിന്റെ നഗളത്തിൽ നിന്നാണ്, നിന്റെ അഹങ്കാരത്തിൽ നിന്നാണ്. ഈ പാപമോചനം പൂർണ്ണമായിട്ടും സൗജന്യമാണ്. അതേ പ്രിയപ്പെട്ട, അത് ദാനമാണ്. അത് താഴ്മയുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. നോക്ക്, പിന്നെ എനിക്ക് വിശക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം തരാമോ എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ എത്രമാത്രം താഴ്ണം പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ അഹങ്കാരം എന്താണെന്ന് അറിയാമോ? അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ല. കാരണം നമ്മൾ എന്തോ ഉന്നതന്മാരാണെന്നുള്ള ബോധമാണ്. എന്നാൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇവണ്ണം താഴ്മയുള്ള ഒരു മനുഷ്യന് മാത്രമേ രക്ഷ കിട്ടത്തുള്ളൂ. കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്റെ യാഗങ്ങൾക്കോ പുരോഹിതന്മാരുടെ ഉപദേശങ്ങൾക്കോ ഇന്ന് അവരെ പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ നരകത്തിലേക്കാണല്ലോ ഒടുങ്ങിപ്പോകുന്നത്. ആകയാൽ അവിടുത്തെ രക്ഷ എനിക്ക് ദാനമായിട്ട് തരണമേ നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ അത് നൽകി തരുവാൻ യാചിപ്പിനാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലയോ കർത്താവ് പറഞ്ഞത്? നിങ്ങൾക്ക് സൗജന്യമാണ്. അപ്പോൾ മാനസാന്തരം എന്താണ്? ഞാൻ എന്റെ പാരമ്പര്യം കളഞ്ഞു. നൂറ്റാണ്ടുകളായിട്ട് ഞാൻ പാരമ്പര്യമായിട്ട് ക്രിസ്തീയ മതവിശ്വാസത്തിലാണെങ്കിലും പാപികളും ദോഷികളും എന്നുള്ള പദവിക്ക് എനിക്ക് മാറ്റം വരാത്തത് കൊണ്ട് ഈ മതഭക്തി എന്നെ രക്ഷിക്കത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ എന്നെ തള്ളിക്കളഞ്ഞു. നോക്കുവിനെ, പൗലോസ്ലീഹ താണ്ട് അവൻ എന്താണ് യഹൂദനായിരിക്കെ അല്ലെങ്കിൽ എന്താണ് എബ്രായനായിരിക്കെ അവനതെല്ലാം തള്ളിക്കളഞ്ഞില്ലയോ? അവൻ ശാസ്ത്രിയായിരുന്നു, അവൻ പരീശനായിരുന്നു, പരീശന്റെ മകനായിരുന്നു, വേണ്ട എന്ന് വെച്ചു. അവൻ യഹൂദനായിരുന്നു, യഹൂദ മതം വേണ്ട എന്ന് വെച്ചു. അതെല്ലാം അവൻ കൊണ്ട് വേസ്റ്റ് പിന്നിലിട്ടു. പ്രിയപ്പെട്ട, മാനസാന്തരം തുടർന്നാൽ പാരമ്പര്യത്തെ തള്ളിക്കളയുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം. പ്രിയപ്പെട്ട, നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. ഈ സ്നാനത്തെ എതിർക്കുന്നവരും സ്നാനത്തിനെതിരെ പഠിപ്പിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ 1-ാം നമ്പർ
ശത്രുക്കളാണ്. കാരണം നിങ്ങൾ മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തെരുവോരങ്ങളിൽ നിന്ന് പാവപ്പെട്ട ഉപദേശിമാര് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സത്യം സംസാരിച്ചപ്പോൾ നിങ്ങളുടെ പുരോഹിതന്മാർ എനിക്ക് നേരിട്ട് അറിയാൻ പറയപ്പോൾ നിങ്ങളുടെ ഓരോ വീടുകളിലും നിങ്ങളുടെ പള്ളികളിലെ ഞായറാഴ്ചയുള്ള പ്രാർത്ഥനാ വേളകളിലും നിങ്ങൾ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ സ്നാനം പറയുന്ന ഉപദേശിമാരെ വീട്ടിൽ കയറ്റെല്ലാം. നിങ്ങൾ സ്നാനം ഏക്കെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആരാണ് ശത്രു? യേശുക്രിസ്തുവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പറയുന്നവരത്ര നിങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ആ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ സകല സൃഷ്ടികളും പോയി സുവിശേഷം അറിയിപ്പിന് എന്നാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ട ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടണം. അതാണ് വിശ്വാസം അല്ലെങ്കിൽ സ്നേഹം. കർത്താവിനെ സ്നേഹിക്കണം. അതിനുശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം. അതെന്താണ്? വെള്ളത്തിലിറങ്ങി പൂർണ്ണമായിട്ട് നിന്നെ തന്നെ അതിൽ നിമഞ്ജനം ചെയ്യാണ്. അങ്ങനെ സ്നാനമേറ്റ ഒരു മനുഷ്യൻ നിന്നെ യേശുക്രിസ്തുവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് നിന്റെ ഇഷ്ടപ്രകാരം നീ വിളിച്ചപേക്ഷിച്ചിട്ട് നിന്നെ വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ ആദമിന്റെ പാപസംബന്ധമായിട്ട് നീ മരിച്ചുവെന്നും ആ വെള്ളത്തിൽ നിന്ന് ഉയർക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആ ക്ഷണത്തിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നീ എന്താണ്? ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിട്ടാണ് വെള്ളത്തിൽ എഴുന്നേറ്റ് വരുന്നത്. ഇത് നമുക്ക് നിസ്സാരമാണ് തോന്നില്ലേ? ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ കിട്ടുമായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ച് കൊടുക്കുമായിരുന്നു. അത് നിങ്ങളുടെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവം സൗജന്യമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ കടം വീട്ടി നമുക്ക് പകരക്കാരനായിട്ട് മരിച്ചത് വഴി അവനോടുകൂടെ മരിച്ചുവെങ്കിൽ നാം അവനോട് കൂടെ ജീവിക്കും. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? യേശുക്രിസ്തുവിന് ഭൂമിയിലില്ല. അവനിന്ന് യെരുശലേമിൽ ആ കള്ളന്മാരുടെ നടുവില് അവിടെ എന്താണ് ആണിമേൽ തൂങ്ങിക്കിടക്കുന്നുമില്ല. അവൻ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയവന് ഇപ്പോൾ സ്വർഗത്തിലാണ്. ആ യേശുക്രിസ്തുവിനോട് കൂടെ 2 കള്ളന്മാര് മരിച്ചതില് ഒരു കള്ളൻ മാനസാന്തരപ്പെട്ട് മരിച്ചു. അവൻ ദൈവത്തോടു കൂടിയായി. അതേ സ്വഭാവമുള്ള മറ്റേ കള്ളൻ മാനസാന്തരപ്പെടാതെ മരിച്ചു. അവൻ നരകത്തിലേക്കും പോയി. പ്രിയപ്പെട്ട ആ കള്ളന്മാരേറ്റ സ്നാനമാണ്, ആ മരണമാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നാനം. അതേ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടിട്ട് യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിക്കുന്ന ഈ സ്നാനത്തിലേക്ക് നിങ്ങൾ വന്നാൽ ആ ക്ഷണത്തിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ആ ക്ഷണത്തിൽ കർത്താവ് പറഞ്ഞില്ലയോ, നീ എന്നോട് കൂടെ പർദീസയിലിരിക്കുമെന്ന്. നമ്മുടെ അകൃത്യങ്ങളും കടങ്ങളും എല്ലാവിധമായിരിക്കുന്ന പാപങ്ങളും മായ്ക്കുന്നത് ഈ മരണത്തിലാണ്, ഈ സ്നാനത്തിലാണ്. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തരുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നിങ്ങളായിരിക്കുന്ന പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ മരിച്ച് ഇപ്പോൾ മുതൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരുമായിട്ട് ദൈവത്തിന്റെ സ്വർഗത്തിന് അവകാശിയായിട്ട് തീരുക. അല്ലാതെ ഒരുവനും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. മരിച്ചതിന് ശേഷം നമ്മൾ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകും. ആവട്ടെ, ഞാൻ എന്നെ ഒന്നുകൂടെ പരിചയപ്പെടാം. 3ാമത്തെ വട്ടമാണ്. എന്റെ പേര് വിജയ ഗോപാൽ എന്നാണ്. ഞാൻ തീയാടിക്കയ്ക്ക് തെക്കായിട്ട് എടത്രാമൺ സ്വദേശിയാണ്. ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്നും 23 വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് എന്റെ സ്വന്തം ഇഷ്ടത്താൽ സ്നാനമേറ്റ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ഇന്ന് ദൈവത്തിന്റെ മകനും വിശുദ്ധനും എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് നിങ്ങളോടുള്ള ആർദ്രകരുണയാലും സ്നേഹത്തിലും അധികാരത്തോടും നിങ്ങളുടെ മനസ്സിലൂടെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിരിക്കും നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമാണ്. യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമാണ്. ഈ ഭൂമിയിലെ ജീവിതം ഏത് നിമിഷവും തീർന്നു പോകാവുന്നതാണ്. ഒരിക്കലും തീർന്നു പോകാത്ത നിത്യമായിരിക്കുന്ന നിത്യാത്മാവിനാൽ നമ്മളെ സ്നേഹിച്ച ഈ കർത്താവിനെ, യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ആ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് തന്റെ ആത്മാവിൽ ഉയർപ്പിച്ച അതേ ദൈവം ഈ പരിശുദ്ധാത്മാവിൽ മാത്രമേ നമ്മളെ ഉയർപ്പിക്കത്തുള്ളൂ. ആകിയാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ചവര് പാരമ്പര്യങ്ങളും പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞ് യേശുക്രിസ്തുവിലേക്ക് ഇങ്ങനെ മാനസാന്തരപ്പെട്ടു വന്ന അനേക ജാതി മതസ്ഥരിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരോട് ചേർന്ന് അവരെല്ലാം വിശുദ്ധന്മാരാണ്. ഒന്നിച്ചു ചേർന്ന് അപ്പം നുറുക്കിയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും കർത്താവിന്റെ സാക്ഷിയായിട്ട് അവർ വേണ്ടി കഷ്ടം സഹിക്കുന്നുവെങ്കിൽ, അവര് വേണ്ടി നിന്ന് നിങ്ങൾ ചുമക്കുന്നുവെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ, അല്ല നമ്മൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴുകയും 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. എന്തെന്നും നമ്മൾ ജീവിക്കുന്ന ആത്മാവ്, യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്തെന്നും ജീവിക്കുന്നതിന്റെ ആത്മാവ്. എല്ലാം നമ്മളിത് കളഞ്ഞിട്ട് നമ്മളെന്താണ് പാരമ്പര്യ പ്രകാരം പാപികളായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വേദനാകരമായിരിക്കും സത്യം ഞാൻ പറയാം. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്നെന്ന് ലോകം അവസാനിക്കുമെന്നും എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും, അത് പുരോഹിതന്മാരാണെങ്കിൽ ശരി, ഇന്ന് പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ, നിങ്ങൾ എത്ര സമ്പന്നനായാലും നേതാവായാലും രാജാവായാലും പാപിയായിട്ടാണ് നീ അടക്കപ്പെടുന്നതെങ്കിൽ, ഇന്ന് ക്രിസ്തു വരികയും 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുകയും ചെയ്യുന്ന ആ നാളില് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അടക്കപ്പെട്ട കല്ലറകളിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഈ പ്രസംഗത്തിന്റെ കണക്ക് കൊടുക്കണം കേട്ടോ. അയ്യോ, ഈ ഉപദേശയുടെ പ്രസംഗത്തിന് ഞാൻ ഇതിനെ കണക്ക് കൊടുക്കണം പ്രിയപ്പെട്ടവരെ. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ
സുവിശേഷം പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന ആളിൽ പൗലോസ്ലീഹ പറഞ്ഞതോ കർത്താവ് പറഞ്ഞതോ അപ്പുറമോ ഇപ്പുറമോ ഞാൻ പറഞ്ഞില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വചനം വെച്ച് ദൈവം നമ്മളെ ന്യായം വിധിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ പൗരോഹിത്യങ്ങളും നമ്മുടെ നേതാക്കന്മാരും സമ്പത്തുമെല്ലാം നിങ്ങളുടെ കാൽക്കീഴിൽ ഒന്നിനും കൊള്ളാതെ വെണ്ണീറായിട്ട് തീരുന്ന നാടില് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നിത്യജീവനിലേക്ക് ഉയർത്തുവാൻ കഴിയുന്ന ഈ സുവിശേഷത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാര്. ഇല്ലെങ്കിൽ അവൻ നമ്മളെ ന്യായം വിധിച്ച് നരകാഗ്നിയിലേക്ക് അന്ന് തള്ളിക്കളഞ്ഞാല് അന്ന് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഇല്ല, അന്ന് സമയമില്ല, കാലമില്ല. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ ആത്മീയ ശരീരം നരകാഗ്നിയിലേക്ക് നിറഞ്ഞു കളഞ്ഞാൽ ഒരു മടങ്ങി വരവില്ല. പുരോഹിതന്മാർ ധൂവപ്രാർത്ഥന കാണിക്കുന്ന വിഡ്ഢിത്തം പ്രിയവരെ, മണ്ടത്തരമോ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മരിക്കണ്ടായിരുന്നല്ലോ. ഏത് പാപം ചെയ്തതിനു വേണ്ടി പുരോഹിതൻ ധൂവം കാണിച്ചാൽ പോരെയോ? ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നപ്പോൾ പിണ്ടാടിയതും സഞ്ചയനവും ചെയ്താൽ പോരെയോ പ്രിയപ്പെട്ട? ഏത് പാപം ചെയ്തതിനും സ്വർഗത്തിൽ പോകുമെങ്കിൽ ആ ദൈവം നീതിയുള്ള ദൈവം അല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആകിയാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ, അമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഉന്നത പാപങ്ങളെ താഴ്ത്തി നഗല ഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആ യേശുക്രിസ്തുവിനെ നിന്ന് ചുമക്കുവിൻ. ആ ക്രൂശിൽ അവൻ സകല നിന്ദകളും ചുമന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം കരുതട്ടെ.